വെള്ളരി വീണതുപോലെ ബെഡ്റൂമിന് പുറത്തുനിന്ന് കതകിന് 4 ഇടി. സന്തോഷം ഞെട്ടിപ്പോയി. ഭാര്യയും പൊത്തിപ്പിടിച്ച് കിടന്നുറങ്ങാതെ എണീറ്റ് വാടാ. എടാ സന്തൂട്ടാ, നിന്റെ സുഹൃത്ത് സജി വന്നിട്ട് വിളിക്കുന്നു, പുറത്തിറങ്ങടാ നീ. പുറത്തുനിന്നുള്ള അമ്മയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഭാര്യ സൗമ്യയെ കോർത്ത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയായിരുന്ന സന്തോഷിന്റെ കൈ ഒന്നയഞ്ഞു. ഒച്ച കേട്ട് കൂട്ടത്തിൽ സൗമ്യയും ഉണർന്നു. അവൾ ചുവരിലെ ക്ലോക്കിൽ നോക്കി. സമയം 6:15 വരുന്നേ ഉള്ളൂ. ആരെ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്? സജിയോ? അവനെന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷ് എണീറ്റ് ബെഡിലിരുന്നു. വീണ്ടും പുറത്തുനിന്ന് കല്യാണം എന്ന ചടങ്ങ് കഴിഞ്ഞിട്ട് ഒരു പെണ്ണിനെ കൂടെ പുറത്ത് തുടങ്ങി കുറേ ആയി. ഇപ്പോഴും ജോലിയും കൂലിയില്ലാതെ ഇങ്ങനെ ആടെയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? പുറത്തിറങ്ങടാ നീ. അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി. എന്താ? ആരാ? അതാ അപ്പുറത്തെ വീട്ടിൽ സജി വന്നിട്ട് വരാന്തയിൽ നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. നീ അവരോട് കടം വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്ന് നോക്കട്ടെ. അവൻ സജിയെ കണ്ടു. എന്താടാ വെളുപ്പിനെ? എടാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ ഫോൺ ഇന്നലെ രാത്രി സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. സന്തോഷേ, നിനക്ക് ജോലിയില്ലല്ലോ. നിനക്ക് നല്ലൊരു ജോലി ഒത്തിട്ടുണ്ട്, അത് പറയാനാ ഞാൻ വന്നത്. ആണോ? എന്താണത്? ടൗണിൽ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിലാണ്. അവിടെ 2 പേരെ വേണം. എനിക്കും നിനക്കും ആ ജോലി ചെയ്യാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇന്ന് ജോലിക്ക് ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. എടാ, കമ്പനിയാകുമ്പോൾ ഇൻ്റർവ്യൂ മറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള ചടങ്ങുകളൊക്കെ വേണ്ടേ? എടാ, അതൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. ഇന്ന് അങ്ങോട്ട് പോയി ജോയിൻ ചെയ്യാനാ പറഞ്ഞേക്കണത് അച്ഛൻ. അതെ, അച്ഛൻ നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരവും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതാവും നേരിട്ടുള്ള നിയമനം. ആഹാ, കൊള്ളാം. ശരി, ചെല്ലാം. എങ്കിൽ നമുക്ക് പോകാം അല്ലേ? അതേടാ, അത് പറയാനാ ഞാൻ രാവിലെ തന്നെ വന്നത്. ഇന്ന് നിനക്ക് വേറെ എൻഗേജ് ഒന്നുമില്ലെങ്കിൽ ഇന്ന് തന്നെ പോകാമല്ലോ. അതാ ഞാൻ വെളുപ്പിനെ വന്ന് പറയാമെന്ന് വെച്ചത്. ഒരുപാട് നേരമുണ്ടല്ലോ. ശരി, അപ്പം ഞാൻ പോവുകയാണ്. ഫോണാക്കിയിട്ട് 8:30 ആകുമ്പോൾ വീട്ടിലേക്ക് പോര്. നമുക്കൊന്നിച്ച് ബൈക്കിൽ പോകാം. ഞാനവിടെ ഉണ്ടാകും. അതേടാ, നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടിയത് അത്ഭുതമായി തോന്നുന്നു. ഞാൻ അതേക്കുറിച്ച് മാനസികമായി പ്രിപ്പയർഡ് ആവുകയാണ്. റെഡിയായി ഞാൻ വരാം. സജി പോയി. എന്താ സന്തോഷേട്ടാ, എന്തിനാ സജി വന്നത്? അത് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു കമ്പനിയിൽ ജോലി തരപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ അപ്പോയിൻമെൻറ്റ്. അടിപൊളി. അച്ഛനെ ധിക്കരിച്ച് ഒളിച്ചോടി വന്നിട്ടും അച്ഛനോട് കോംപ്രമൈസ് ചെയ്ത് അച്ഛൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോകാൻ പറഞ്ഞപ്പോൾ കേട്ടില്ലല്ലോ. ഏതായാലും ഇപ്പോൾ ഇങ്ങനെയൊരു ജോലി തരപ്പെട്ടല്ലോ, ഭാഗ്യം. സന്തോഷ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വെറുതെ എന്തിനാ? കോടീശ്വരനായ രാജശേഖരൻ മുതലാളിയുടെ മകളെ വളച്ച് പ്രേമിച്ച് പുറത്തു ചാടിച്ചപ്പോൾ പിടിച്ചു നിന്നത് തൻ്റെ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ചിട്ടാണ്. മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു കൊടുത്ത കേസിനെ സ്റ്റേഷനിൽ ഭാര്യയും കൂട്ടി താനെത്തിയപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും വിവാഹം കഴിച്ച ഫോട്ടോകളും അവൾ പ്രായപൂർത്തിയായ സർട്ടിഫിക്കറ്റും കാണിച്ച് അയാളെ ലഭ്യനാക്കി അന്ന് സ്റ്റേഷനിൽ. കൂടാതെ അയാൾ എല്ലാവരുടെ മുമ്പിലും തന്നെ കവിളത്ത് ആഞ്ഞടിച്ചപ്പോൾ സൗമ്യയുടെ അച്ഛൻ തൻ്റെയും അച്ഛനല്ലേ എന്ന് കരുതി താൻ ക്ഷമിച്ചു. എങ്കിലും പാർട്ടിക്കാരുടെയും നാട്ടുകാരുടെയും പോലീസിൻ്റെയും മുമ്പിൽ വെച്ച് തനിക്ക് കൊണ്ട് ആ തല്ല് തന്നിൽ നാണമുണ്ടാക്കി. മകളെ കാണാതെ ഷോക്കിൽ തകർന്നു പോയ അയാളുടെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ മകളോട് ഒരു കോംപ്രമൈസിന് തയ്യാറായി. തനിക്ക് അയാളുടെ കമ്പനിയിൽ മാനേജർ പദവി വാഗ്ദാനം ചെയ്ത് തന്നെയും കൂട്ടി വരാൻ മകൾ സൗമ്യയെ നിർബന്ധിക്കുന്നത് കുറേ നാളായി. തൻ്റെ ആത്മാഭിമാനം സമ്മതിക്കാതെ ആ കാര്യം അങ്ങനെ നീണ്ടുപോവുകയായിരുന്നു. കൂലിപ്പണിക്കാരനായ അച്ഛന് ജോലിയിൽ നിന്ന് കിട്ടുന്ന വകയും അമ്മയുടെ പെൻഷൻ തുകയും ഒക്കെ കഷ്ടിച്ച് വീട്ടിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. പഠിച്ച ബിരുദങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഒന്നും എവിടെയും വില പോയില്ല. അതേ ചൊല്ലി ഭാര്യ സൗമ്യയുടെ വഴക്ക് എന്നും കേൾക്കുന്നത് ഇപ്പോൾ ഒരു പതിവാണ്. ഏതായാലും വേറൊരു ജോലി കിട്ടിയല്ലോ, സമാധാനമായി. പോവുക തന്നെ, കഷ്ടപ്പെട്ട് കുടുംബം പോറ്റണം. അവൻ തീരുമാനിച്ചു. അവളുടെ ചോദ്യത്തിന് ഓരോന്നും പറഞ്ഞ് ഇന്നത്തെ സമാധാനം കളയണ്ട. സന്തോഷും കൂട്ടുകാരൻ സജിയും ആ കമ്പനി ജോലിക്ക് പോയി തുടങ്ങി. ഒരു ദിവസം സന്തോഷ് ജോലിക്ക് പോയപ്പോൾ സൗമ്യയ്ക്ക് അച്ഛൻ്റെ കോൾ വന്നു. മോളെ, എപ്പോഴാ വീട്ടിൽ വരുന്നത്? അമ്മ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുന്നത് നിനക്കറിയില്ലേ? അച്ഛാ, ഞാൻ വരാം അച്ഛാ. സന്തോഷേട്ടന് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് അച്ഛൻ്റെ കമ്പനിയാണെന്ന്. അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടുത്തെ മാനേജറാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ അവിടെ പോകാറേ ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് അതെൻ്റെ കമ്പനിയാണെന്ന് അവനറിയില്ല. ജോലി ചെയ്യട്ടെ, ഏതായാലും ക്രമേണ അതിൻ്റെ നേതൃസ്ഥാനത്താക്കാം. എനിക്കൊരു മോളല്ലേ ഉള്ളൂ. ഈ കാണുന്നതെല്ലാം നിനക്കല്ലേ? അവൾ മൂളി. അച്ഛൻ്റെ വാക്ക് കേട്ട് അവൾ കണ്ണീരണിഞ്ഞു. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ വീട്ടിൽ നിന്നും ചാടിപ്പോകുമ്പോൾ അവരെ പെറ്റുപോറ്റി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ അവർ ശ്രദ്ധിക്കുന്നില്ല. പ്രേമത്തിൻ്റെ സാക്ഷാത്കാരം മാത്രമാണ് അപ്പോൾ അവരുടെ ലക്ഷ്യം.
കരുണയും സ്നേഹവുമുള്ള മാതാപിതാക്കൾ അവർ എത്ര വലിയവരായാലും ചിലപ്പോൾ മക്കളെ ചേർത്ത് നിർത്തും. അച്ഛൻ്റെയും അമ്മയുടെയും നന്മ കാണാതെ പോയ അവൾ തേങ്ങി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.